കേരളം ലോകത്ത് നിന്ന് തന്നെ മാതൃകയാകുന്ന ഒരു ഹെൽത്ത് സിസ്റ്റം ഉള്ള നാടാണ് എന്നാണ്. നമ്മളിപ്പോൾ ഗുജറാത്തിൽ 5000 പേരുടെ മാത്രമേ മരണം രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അവിടെ 2 ലക്ഷത്തോളം മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. അതായത് എത്രയോ ഇരട്ടിയാണ് അവർ യഥാർത്ഥത്തിൽ കാണിച്ചാൽ എത്രയോ ഇരട്ടിയാണ്. ഇപ്പോൾ മധ്യപ്രദേശിൽ, അതുപോലെ UP-യിൽ, വെസ്റ്റ് ബംഗാളിൽ എല്ലായിടത്തും വലിയ തോതിൽ ഈ കണക്ക് മറച്ചു വയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇതിന് പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകാം, ജനങ്ങളെ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി എണ്ണം കുറച്ച് കാണിച്ചതായിരിക്കാം, ഭരണകൂടം തന്നെ അതിൽ ഇടപെട്ടിട്ടുണ്ടാകാം. പക്ഷെ അപ്പോൾ പോലും WHO പറയുന്നൊരു കാര്യം, ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടിയത് ഇന്ത്യയിൽ ഈ പറയുന്നതൊന്നും ആയിരിക്കില്ല കണക്ക് എന്ന് ലോകാരോഗ്യ സംഘടന അന്നേ പറയുന്നുണ്ട്. 2021-ലും അത് 2ാം വേവ് ഉണ്ടാകുന്ന സമയത്തും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2ാം വേവിലാണ് ഏറ്റവും കൂടുതൽ മരണങ്ങളുണ്ടായത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് മറച്ചു വയ്ക്കുന്നത് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇവരുടെ രജിസ്ട്രേഷൻ, മരണ രജിസ്ട്രേഷൻ സംവിധാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ വളരെ മോശമാണ്. പക്ഷേ ഗുജറാത്തിനെ സംബന്ധിച്ച് മറ്റ് UP-യെയും മധ്യപ്രദേശിനെയും ബംഗാളിനെയും അപേക്ഷിച്ച് കുറേ കൂടി മെച്ചപ്പെട്ട മരണ രജിസ്ട്രേഷൻ സംവിധാനമൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണ് ഗുജറാത്ത്. എങ്കിൽ പോലും അവരത് മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമായിരിക്കും അവിടെ. കാരണം ഗുജറാത്ത് ഷൈനിങ് ആണല്ലോ, ഗുജറാത്ത് എല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്ന വൈബ്രൻറ്റ് ഗുജറാത്താണല്ലോ. അപ്പോൾ അവിടെ ഇത്ര ആൾ മരിച്ചു എന്ന് പറയുന്നത് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് നാണക്കേടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് മറച്ചു വെച്ചിട്ടുണ്ടാവുക. പക്ഷേ അപ്പോഴും ഗുജറാത്തിൽ അതൊന്നും അല്ല മരിച്ചു എന്നുള്ളത് നമ്മൾ മാധ്യമ റിപ്പോർട്ടുകളിലൂടെ കണ്ടതാണ്. UP-യിലെ ഗംഗയിലും യമുനയിലും മൃതദേഹങ്ങൾ ഒഴുകിയാണ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അവിടെയൊക്കെ അതിൽ കൂടുതൽ മരണം ഉണ്ടാകും നമുക്ക് ഉറപ്പാണ്. എന്തായാലും കേരളത്തേക്കാൾ കൂടുതൽ മരണം മറ്റെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പായിരുന്നു. പക്ഷേ കണക്ക് വരുന്നുണ്ടായില്ല. ഇപ്പോൾ ഈ കണക്ക് വരുന്നത് എങ്ങനെയാണ്? 2021-ൽ മരിച്ച ആളുകളുടെ എണ്ണം, മൊത്തം മരിച്ച ആളുകളുടെ എണ്ണം, ആ കണക്ക് ഡെത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് കണക്ക് പുറത്തു വരുന്നു. 2019 അപേക്ഷിച്ച് 2020-ലും കൂടുതലായി മരിച്ച ആളുകൾ എണ്ണം വരുന്നു. ആ എണ്ണം വെച്ചിട്ടുള്ളൊരു പ്രഡിക്ഷനാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ആ പ്രഡിക്ഷൻ പ്രകാരം കൂടുതൽ പേർ മരിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാണത് ഈ കണക്കുകൾ കൃത്യമായുള്ളത്, താരതമ്യേന കൃത്യമായിട്ടുള്ളത്. ഈ പട്ടികയിൽ ഏറ്റവും താഴെയാണ് കേരളത്തിൻ്റെ സ്ഥാനം എന്നുകൂടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിന് ഒരൊറ്റ അർത്ഥമുള്ളൂ, കേരളത്തിൽ എന്താണ് വളരെ ഊർജ്ജസ്വലമായ ഒരു ആരോഗ്യ സംവിധാനമുണ്ട്. കേരളത്തിൽ ഈ മരിക്കുന്നവരുടെയും ജനിക്കുന്നവരുടെയും കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എനിക്കിതിൽ ഈ കണക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ 2020, 2021, 2022 ഈ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരെ അസംബ്ലിയിൽ ഉൾപ്പെടെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. കേരളം അത്ര മെച്ചമാണ്, കോവിഡ് പ്രതിരോധത്തിൽ അത്ര മെച്ചമാണെന്നും പറയാറായിട്ടില്ല. അതായത് പഴയ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല, ഇപ്പോഴത്തെ പ്രതിപക്ഷ VD സതീശനും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. എത്രയോ കണക്കുകൾ മറച്ചു വെച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മരണം നടന്നിട്ടുള്ള ഇവിടെയാണ്, ഏറ്റവും കൂടുതൽ രോഗബാധ ഇവിടെയാണ് എന്ന് പറഞ്ഞ് കേരള സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കൾ രമേശ് ചെന്നിത്തലയും VD സതീശനും ആലോചിക്കേണ്ട ഒരു കാര്യം, ആ വിമർശനത്തിന് സംസ്ഥാന സർക്കാർ അർഹരല്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അർഹരല്ല എന്നുള്ളത് കണക്ക് തെളിയിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അങ്ങനെ വിമർശിക്കുന്നതിലൂടെ പ്രതിപക്ഷം വിമർശിക്കുന്ന യഥാർത്ഥത്തിൽ സർക്കാരിനെയല്ല, കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങളെയാണ്. ആ കേരളത്തിൻ്റെ ആരോഗ്യ നേട്ടങ്ങൾ CPM-ഓ LDF-ഓ ഭരിച്ചപ്പോൾ മാത്രം ഉണ്ടായതല്ല. ഈ VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും മുൻഗാമിയായിരുന്ന ഉമ്മൻചാണ്ടിയും കരുണാകരനും ഒക്കെ ഭരിക്കുമ്പോൾ നമ്മുടെ കേരളം നേടിയ ആരോഗ്യ നേട്ടങ്ങളുടെ ഫലമാണ് നമുക്ക് ഈ കോവിഡ് പ്രതിരോധം വിജയകരമായി സാധ്യമാക്കിയത്. അത് മറന്നുകൊണ്ട് കേരളത്തിൻ്റെ ഹെൽത്ത് സിസ്റ്റത്തെ ആക്രമിക്കുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്തത്. മൂന്നാമത്, നമ്മൾ മലയാളികൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, മലയാളികൾ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം, ഞാൻ പലപ്പോഴും മുമ്പ് ആവർത്തിച്ചിട്ടുള്ളൊരു കാര്യം, ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനങ്ങളിലൊന്നാണ് കേരളം. കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തെ കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യാനേ പറ്റില്ല. നമ്മളെ താരതമ്യം ചെയ്യുക, നമ്മൾ യൂറോപ്യൻ സ്റ്റാൻഡേർഡാണ് താരതമ്യം ചെയ്യുക. അങ്ങനെ താരതമ്യം ചെയ്താൽ പോലും യൂറോപ്യൻ ഹെൽത്ത് സിസ്റ്റത്തേക്കാൾ ഒരുപാട് മെച്ചപ്പെട്ട ഒരു ഹെൽത്ത് സിസ്റ്റമാണ് കേരളത്തിൻ്റേത് വളരെ വികേന്ദ്രീകൃതമായ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ളൊരു മാതൃകയാണ് എന്ന് ലോകം ഈ കോവിഡ് കാലത്ത് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ലോക മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, WHO തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, UN-ൻ്റെ വ്യത്യസ്ത ഏജൻസികൾ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കേരളത്തിന് ഇത് സാധ്യമാക്കിയത് കേരളത്തിൻ്റെ വികേന്ദ്രീകൃതമായ, ഏറ്റവും താഴെ തട്ടിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെന്ന് നമ്മൾ പറയുന്ന അത്തരം സംവിധാനങ്ങളുടെ ശാക്തീകരണത്തിലൂടെയാണ് അത് സാധ്യമായിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ ആശാ വർക്കർമാർ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള ഹെൽത്ത് ഔട്ട്റീച്ച് നമുക്ക് സാധ്യമാണ്. പിന്നെ കുറേ കൂടി ആരോഗ്യ സാക്ഷരതയുള്ളൊരു സമൂഹം കൂടിയാണ് കേരളം. അപ്പോൾ ഈ നേട്ടം എന്ന് പറയുന്നത് ഏതെങ്കിലും സർക്കാർ ഉണ്ടാക്കിയെടുത്ത നേട്ടമല്ല, പിണറായി വിജയൻ സർക്കാരോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കിയ നേട്ടമല്ല. ഈ നേട്ടത്തിന് പിന്നിൽ നമ്മൾ ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ കോൺട്രിബ്യൂഷനുണ്ട്. അതുകൂടാതെ മാറി വരുന്ന ഭരിച്ച സർക്കാരുകൾ, നമ്മുടെ ആരോഗ്യരംഗത്തെ വിദഗ്ധർ, എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇത് വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയെടുത്തിട്ടുള്ള ഈ ഒരു നേട്ടം
ഈ നേട്ടത്തെ നമ്മൾ അക്നോളജ് ചെയ്യണം. കുറഞ്ഞ പക്ഷം അതിനെ ഏതെങ്കിലും രാഷ്ട്രീയ കാരണങ്ങൾ അതിനെ വിമർശിക്കുകയല്ല വേണ്ടത്, അക്നോളജ് ചെയ്യണം. അത് നമുക്ക് അവകാശപ്പെട്ടതാണ് എന്ന് പ്രതിപക്ഷത്തിന് കൂടി ബോധ്യം വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.